ഹായ് ഗൈസ്, ഞാൻ സ്വന്തച്ചു. കുറേ നാളായാലേ കണ്ടിട്ട്, നമുക്കെല്ലാം സുഖം തന്നെയല്ലേ. അപ്പോൾ കഴിഞ്ഞ ദിവസം കുറച്ച് മീൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി വന്നത്. അപ്പോൾ ഈ കുളത്തിൽ 2-3 ഗപ്പിയും പിന്നെ ഇപ്പുറത്തെ കുളത്തിൽ ഒന്നും ആയിട്ടില്ല, എല്ലാം ഇടണത്രേ. അത്ര പൈസ ഒന്നും ഉണ്ടായില്ല, അതുകൊണ്ട് കുറച്ചേ ഇറക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ അക്വേറിയത്തിൻ്റെ അകത്ത് ഒരു മീനുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് അക്വേറിയം. അപ്പോൾ ഞാനും അനിയനും കൂടെ കഴിഞ്ഞ ദിവസം പുഴയിൽ പോയിട്ട് കുറച്ച് മണലെല്ലാം വാരിക്കൊണ്ട് വന്ന് സെറ്റാക്കി അതാണ്. അപ്പോൾ ഇതിനകത്ത് ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ പോളാറ്റ് ഫിഷാണ്. അത് നമ്മൾ തൊടുമ്പത്തേന് നമ്മുടെ അടുത്തേക്ക് കൈൻ്റെ അടുത്തേക്ക് വരും. കണ്ടോണേ, കണ്ടില്ലേ ഇതേപോലെ. പിന്നെ പുള്ളിക്കാരൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ രാവിലെ എണീച്ച് ഞാൻ നോക്കി കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, ആ അക്വരത്തിൻ്റെ ഉള്ളിൽ ഒന്നും ഉണ്ടാവില്ല. പുള്ളിക്കാരെ വിളിച്ചിരിക്കുന്നുണ്ടാവും. പിന്നെ ഞാനോർത്ത് തുള്ളിപ്പോയെന്നെല്ലാം നോക്കി വെക്കുമ്പോണ്ടായിരിക്കും എവിടെന്നെങ്കിലും ഒന്ന് കയറി വരും. കണ്ടില്ലേ, അങ്ങനെ തീറ്റ ഇട്ട് കൊടുക്കുമ്പോൾ അവൻ പാഞ്ഞു വരുന്ന കാണാം. കണ്ടാ. അപ്പോൾ ഞാൻ രാവിലെ മാത്രമേ തീറ്റ കൊടുക്കാറുള്ളൂ. നിങ്ങൾക്ക് ഈ പോളറ്റ് ഫിഷിന് ഇഷ്ടമാണോ? കമൻ്റ് ഇടണേ. അങ്ങനെ നമ്മൾ ഗപ്പിക്കുളത്തേക്ക് നോക്കുകയാണെങ്കിൽ 3 ഗപ്പി ഉണ്ടായിട്ടുള്ളൂ. ഞാൻ അത്രേ വാങ്ങിയിട്ടുള്ളൂ. അങ്ങനെ നമ്മളൊരു വടി എടുത്ത് നമ്മൾ കുഴിക്കാൻ വേണ്ടി പോയി, ഒരു സാധനത്തിന് കൊടുക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ഡേഞ്ചർ ഫിഷായ നമ്മുടെ ആരായിരിക്കും ഇത് പറയാൻ പറ്റുമോ? വേറെ ആരുമില്ല, നമ്മുടെ ഓസ്കാർ കുട്ടനാണ്. കൊണ്ടുവന്നിട്ട് 1 മാസം ആകാനായി. കഴിഞ്ഞ ദിവസമാണ് ഇണങ്ങിയത്. തീറ്റ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീറ്റ വെച്ച് കൊടുക്കാൻ നോക്കുമ്പോഴത്തേനും എൻ്റെ കയ്യിൽ നിന്ന് വീണ് പോയി. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വീണതേ ഓർമ്മയുള്ളൂ, പുള്ളിക്കാരൻ അത് വന്ന് തിന്നിട്ട് പോയി. അല്ലെങ്കിൽ കൈ വെച്ച് തന്നെ തീറ്റ കൊടുക്കുന്നത് ഞാൻ കാണിച്ചു തരുമായിരുന്നു. പിന്നെ പുള്ളി വന്നിട്ടേ ഇല്ല. അപ്പോൾ അടുത്ത ദിവസം സ്ട്രൈക്ക് ചെയ്ത് തീറ്റ എടുക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ പനിയും ജലദോഷമെല്ലാം തൊണ്ടവേനെല്ലാം വന്നിട്ട് ആകെ അലമ്പായിട്ടുള്ളത്.